ഹായ് ഡിയേഴ്സ്, 333 മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ്, മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ 3 പ്രാവശ്യം പറയുക. മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക. എന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നല്ലത്. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളിത് കാണുന്ന ഈ ഒരു സമയം എന്താണ് ചിന്തിക്കുന്നത്? അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളോട്? അവർ എന്താണ് റീസെൻ്റ്ലി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്? യെസ്, പാർട്ടിസിപ്പേഷൻ. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുമായിട്ട് കൂടിച്ചേരണം, കൂട്ടുകൂടണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുമായിരിക്കാം. ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, കുറച്ച് നേരം ഒരുമിച്ചിരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വീണ്ടും വന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുകയാണ്. ഹാർമണി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുമിക്കുക എന്നുള്ളത് വളരെ അധികം ആഴത്തിൽ വന്നിട്ടുള്ള ചിന്തയാണ്. അതായത് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ ഒരുമിക്കുക എന്നുള്ളതാണ്. ഒരു റീയൂണിയൻ ആഗ്രഹിച്ച് ഈ ഒരു റീഡിംഗ് കാണുന്നവർക്ക് ഏറെ റീസണേറ്റ് ആയിരിക്കും അത്. അതുപോലെ തന്നെ എന്തിനേയും മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതായിരിക്കാം. ഈ വ്യക്തി ഒരു കലാകാരനോ കലാകാരിയോ സിംഗറോ ഡാൻസറോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിവുകളുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കഴിവുകൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. ഇവിടെ ദ ഫൂൾ എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, വളരെയധികം ആത്മവിശ്വാസം ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ഡെക്ക് ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളുടെ അടുത്ത്, പക്ഷേ അതൊന്നും ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. ചിലപ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് ഒരു റീയൂണിയൻ ഉണ്ടാവണം, നിങ്ങളുമായിട്ട് എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും ആരൊക്കെ എതിർത്താലും ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷേ അവർ നിങ്ങളുടെ അടുത്ത് സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഈ വ്യക്തിയിൽ നിന്ന് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ലഭിക്കണം, അവർ നിങ്ങളെ സ്നേഹിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനത്തെ ഒരു സ്നേഹം അവർ ഇതുവരെ നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇവിടെ 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുകയും നിങ്ങളെ നേടാനായിട്ട് വാശി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറെ പ്രപ്പോസൽ ഈ വ്യക്തിക്ക് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സന്തോഷമുള്ളത് ഉണ്ടാവാം. എന്നിരുന്നാലും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സങ്കടമാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ട് വാശി പിടിച്ച് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ, അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഈഗോ അല്ലെങ്കിൽ വാശിയൊക്കെ പിടിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ചിലപ്പോൾ വാശി നിങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആയിരിക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലും ദ ലവേഴ്സ് കാർഡ് പറയുന്നത് നിങ്ങൾ പ്രണയത്തിലാണ് എന്നുള്ളത്. അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവാം, പരസ്പരം ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടാവാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അവർ എപ്പോഴും ലവറാണ്, അവരുടെ മനസ്സിലും നിങ്ങൾ ലവറാണ്. അതുപോലെ തന്നെ ദ എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റീസിനെ എടുത്ത് കാണിക്കുന്ന ഒരു കാർഡാണ് ദ എംപ്രസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ ഒരുപാട് ഗുണങ്ങൾ കാണുന്നുണ്ട്. അവർ മറ്റുള്ളവരോട് പറയുമ്പോഴാണെങ്കിലും, ചിലപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങളുടെ കാര്യം പറയുമ്പോഴാണെങ്കിലും ഏറെ നിങ്ങൾ നല്ലതാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്വയം ചിന്തിക്കുമ്പോഴും നിങ്ങളിലെ ഗുണങ്ങൾ അവർ ഏറെ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടാവില്ല,
നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളിത് കാണുന്ന ഈ ഒരു സമയം അവർ കുറച്ച് നാളുകളായിട്ട് നിങ്ങളെക്കുറിച്ച് ഏറെ ചിന്തിക്കുന്നത് നല്ലതായിട്ടാണ്. നിങ്ങൾ എല്ലാവർക്കും ഗുണമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, എല്ലാവരും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. കൂടാതെ ക്യുനോവാൻസ്, അതായത് ആ വ്യക്തിയുടെ മനസ്സറിഞ്ഞിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നതും ആ വ്യക്തി ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സറിഞ്ഞ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവർ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ, ഒരു ഹാൻസം ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് ചേരുന്നൊരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നിങ്ങളാണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. വേറൊരു ആളെ എനിക്കിങ്ങനെ ഇതുപോലെ കിട്ടാനില്ല എന്ന് വരെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മനസ്സ് റീഡ് ചെയ്യാൻ പറ്റുന്നൊരു പേഴ്സണാണ് നിങ്ങൾ. അതൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഗുണങ്ങളാണ് ഏറെ ചിന്തിക്കുന്നത്. ഇവിടെ 10 ഓഫ് സ്വേർഡ് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടുമ്പോൾ വേറൊരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ട് നിങ്ങളെ തമ്മിൽ തെറ്റിച്ചു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ചിന്തിച്ചാൽ അറിയാൻ പറ്റും ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളില്ലാത്ത സിറ്റുവേഷനിൽ അവർ ഏറെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളില്ലാത്തത് കൊണ്ട് അവർക്ക് യാതൊരു എനർജിയില്ല, അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അവരുടെ ജോബ് പോലും മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോകുന്നത്. ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണി ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഇപ്പോൾ ഒരു പേഴ്സൺ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് പെട്ടെന്ന് കൂടിച്ചേരണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ ഇവർ ചിന്തിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്കൊരു ടെക്സ്റ്റോ മെസ്സേജോ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാനുള്ള സാധ്യതയുണ്ട്, മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ ആ വ്യക്തി തന്നെയോ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ ആ വ്യക്തിയെപ്പറ്റി അറിയും ഉടനെ തന്നെ. അതുപോലെ തന്നെ ഇവിടെ ദ ഡ്രീമർ എന്ന് പറയുന്നൊരു കാർഡും ദ ഫൂൾ എന്ന് പറയുന്നൊരു കാർഡും ഒരേപോലെ തന്നെയാണ്. അതായത് എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത്, പോകരുത്, അത് ശരിയാവില്ല എന്ന് പറഞ്ഞാലും അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന എനർജിയാണ്. അതായത് വേറെ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ പോവില്ല, അത് ശരിയാവില്ല, ഇപ്പം നീ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. കാരണം അവർക്ക് സമാധാനമില്ല, സന്തോഷമില്ല. അതുപോലെ തന്നെ കണ്ടോ ഇവിടെ റീയൂണിയൻ, അവർ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഫസ്റ്റ് കാർഡ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ റീയൂണിയൻ അവർ ആഗ്രഹിക്കുകയാണ്. ഒരു സോൾമേറ്റ് ഇൻ ഫ്ലെയിം കണക്ഷനാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് കോംപ്രമൈസ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ആ എനർജിയാണ് കൂടുതലുള്ളത്. ഇത് കാണുന്ന ആൾക്കാർക്ക് മുഴുവൻ ഇത് റേസണേറ്റാണ്. കാരണം കൂടുതലായിട്ടും ഒരു പാർട്ടിസിപ്പേഷൻ, റീയൂണിയൻ, ഇതൊക്കെയാണ് ഈ കാർഡ്സിൽ വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഡോർ ടു സ്പിരിറ്റ്, 32 നിങ്ങളുടെ ഏജ് ആവാം. അതായത് ഡോർ ടു സ്പിരിറ്റ് എന്നൊരു സ്പിരിച്വൽ ജേണിയാണ്. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലൂടെ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാറുന്നു, ഒരു സ്പിരിച്വൽ റീയൂണിയൻ ഉണ്ടാകുന്നു. അവരാഗ്രഹിക്കുകയാണ് ഒരു റീയൂണിയന് വേണ്ടിയിട്ട്. അപ്പം അതുപോലത്തെ എനർജി ഇവിടെ വരുന്നുണ്ട്. ഒരുമിക്കുക, സോളുകൾ തമ്മിൽ ഒരുമിക്കുക, അതിൽ ഒരു സന്തോഷം കണ്ടെത്തുക. അപ്പോൾ അതുപോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതുപോലെ തന്നെ കൊണോകോപ്പിയ എന്ന് പറയുന്നത് ആക്ച്വലി സമ്പൽ സമൃദ്ധമായിട്ടുള്ള ലൈഫ് നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. സമ്പൽ സമൃദ്ധമായിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവും ഈ വ്യക്തിയിലൂടെ എന്നുള്ളത്. ഒരു സമാധാനം കിട്ടുന്ന യൂണിവേഴ്സ് പറയാണ്. ഹീലർ ഓഫ് ദി ഏജസ്, പക്ഷേ 51 നിങ്ങളുടെ ഏജ് ആവാം, പേഴ്സൻ്റെ ഏജ് ആവും. ഇവിടെ ഹീലർ ഓഫ് ദി ഏജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ ആയിരിക്കാം ആ ഒരു പേഴ്സണും അതെ. പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു ഹീലിംഗ് വരുന്നുണ്ട്. ആ ഹീലിംഗ് ഒരുപക്ഷെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുപാട് വേദനകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം, പലരും ഇപ്പോഴും കടന്നു പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഉടനെ തന്നെ ഒരു സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു സ്പിരിച്വൽ റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് കാർഡ്സ് പറയുകയാണ്. യെസ്, അതുപോലെ തന്നെ ഇവിടെ 36 നിങ്ങളുടെ ഏജ് ആവും. ആർക്കേഞ്ചൽ ഏരിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നിങ്ങൾക്കിപ്പോൾ ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറുന്നതായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആർക്കേഞ്ചൽ ഏരിയലിനോട് പ്രാർത്ഥിക്കാം, ആർക്കേഞ്ചൽ ഗബ്രിയേലിനോട് പ്രാർത്ഥിക്കാം. കാരണം ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട്.
ആ നല്ലൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾ കാതോർക്കുക. കാരണം നല്ല വാക്കുകൾ കൊണ്ട് നിങ്ങളെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി വരുന്നുണ്ട്. ഇവിടെ ഹീലർ ഓഫ് ദി ഏജ് എന്ന് പറയുന്നതും ആ ഒരു കാർഡാണ്. അതായത് നിങ്ങൾക്ക് സമാധാനം തന്നുകൊണ്ട് നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കും. ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കണം, ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളുമായിട്ട് ഒരു റീയൂണിയനിലേക്ക് വരണം, പണ്ടത്തെ പോലെ തന്നെ ട്രാവൽ ചെയ്യണം, പണ്ടത്തെ പോലെ തന്നെ ഒരിടത്ത് കുറച്ച് നേരം ഇരിക്കണം, പാട്ടുകൾ കേൾക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംസാരിക്കണം, ഇതൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. കൂടുതലായിട്ടും ഒരു റീയൂണിയനാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് മാറിപ്പോയിട്ട് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ല, അങ്ങനെ മാറിപ്പോയിട്ട് ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലാതെ ആ ഒരു കപ്പ് തെറ്റിദ്ധാരണകളെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി. ഈ ഒരു കാർഡ്സ് അല്ലെങ്കിൽ ഈ ഒരു എടുത്തിരിക്കുന്ന സ്പ്രെഡ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. കാരണം അവരുടെ മനസ്സിൽ കൂടുതലായിട്ട് വരുന്ന 3 കാര്യങ്ങളാണ്: നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ, അതുപോലെ തന്നെ മറ്റുള്ളവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് കേൾക്കാതെ ഫെയ്ത്ത് വെക്കുകയാണ്, ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഇല്ല, ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ലതാകും, എനിക്ക് ആത്മവിശ്വാസമുണ്ട്, നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്, ഈ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ബെറ്ററാണ് മറ്റെന്തിനേക്കാളും, അവൾക്ക് അല്ലെങ്കിൽ അവന് എൻ്റെ മനസ്സറിയാൻ കഴിയുന്നുണ്ട്, അവനാണ് അല്ലെങ്കിൽ അവളാണ് എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് നിങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെപ്പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഓർക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അവർക്കും കൊള്ളാം, മറ്റുള്ളവർക്കും കൊള്ളാം എന്നുള്ളത്. അതായത് നിങ്ങൾ അത്രയ്ക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ മനസ്സുള്ള ഒരാളാണെന്നുള്ളത് ആ ഒരു വ്യക്തി മറ്റുള്ളവരോട് പറയുകയാണ്. അത്രയും നല്ല മനസ്സുള്ള ഒരാളാണ്, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻറ്റൻഷനും ഇല്ലാതെ ഞാൻ അങ്ങോട്ടൊന്നും പറയാതെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ആ ഒരു ആളെന്ന് പറയുന്നത്. എൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ, ക്വാളിറ്റീസ് എടുത്ത് പറയുന്നുണ്ട്. 3-ാമത്തെ കാര്യം, സമ്പൽ സമൃദ്ധിയോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ക്ലൂസ് 111 കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ്. 888 ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആയിരിക്കാം. 34 ഏജ് ആവാം. ജെമിനി 46 50 ഏജ് ആവാം. 51 എന്ന് കിട്ടിയിട്ടുണ്ട്. 38 നിങ്ങളുടെ ഏജ് ആവാം, പേഴ്സൻ്റെ ഏജ് ആവാം. 44 1 പേഴ്സണാലിറ്റി നമ്പർ ആയിരിക്കാം, ബർത്ത് ഡേറ്റ് ആവാം. 16 ബർത്ത് ഡേറ്റ് ആവാം. 31 ബർത്ത് ഡേറ്റ് ആവാം. മാരേജ്, യെസ്, മാരേജിൽ എത്തുന്ന റിലേഷൻഷിപ്പാണ്. ലോങ് ഹെയർ, ലോങ് ഫേസ്, റൗണ്ട് ഫേസ്. പോസസീവ്നെസ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഉണ്ടായിരിക്കാം. 13 11 എന്നൊരു ഡേറ്റ്. 20 26 27 36 39 വൈറ്റ് ബട്ടർഫ്ലൈ, ബ്ലാക്ക് ബട്ടർഫ്ലൈ, സെയിം ഏജ് ആയിരിക്കാം. ഗ്രീൻ ബട്ടർഫ്ലൈ. അപ്പോൾ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആയിരിക്കും ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇവിടെ ചെന്നൈ എന്ന് കിട്ടിയിട്ടുണ്ട്, ഇടുക്കി എന്നാണ് കിട്ടിയിട്ടുള്ളത്, എറണാകുളം, ബാംഗ്ലൂർ, തൃശ്ശൂർ. ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. നമുക്ക് നോക്കാം ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം. ഏഞ്ചൽ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ച് തരാനുള്ളത്? ഇവിടെ നോട്ട് ദ റൈറ്റ് ടൈം, ഇപ്പോൾ പറ്റിയ സമയമല്ല. അതായത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള കറക്റ്റ് സമയമല്ല, കുറച്ച് ലേറ്റാവും, പക്ഷേ നിങ്ങൾക്കത് സാധിക്കും. ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. കാരണം എന്ത് മറ്റുള്ളവരെ പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാതെ നിങ്ങളിൽ ഫെയ്ത്ത് വെച്ച് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വിശ്വസിച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ടാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവരെന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും വാശി പിടിച്ച് മാറി നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഈഗോ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷനിൽ കുറച്ചൊന്ന് ലേറ്റ് ആവും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ടൈമല്ല, പക്ഷേ ആ ഒരു പേഴ്സൺ
നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസണേറ്റ് ആവത്തുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.